പച്ചക്കറി വാങ്ങാൻ പോയിട്ട് ഇത്രയും വൈകി എന്താടാ മണ്ടൂസേ? ഹോ, അക്കാര്യമൊന്നും പറയണ്ട മുതലാളി. റോഡ് കടന്ന് അപ്പുറത്ത് എത്താൻ അരമണിക്കൂർ വേണ്ടി വന്നു. അതുപോലെ തന്നെ റോഡ് കടന്ന് ഇപ്പുറത്ത് എത്താനും അരമണിക്കൂർ. അങ്ങനെ 1 മണിക്കൂർ പാഴായി. എടാ റോഡിൽ ഇത്രയേറെ വാഹനങ്ങളോ? എടാ ഇന്ന് വാഹനമെന്തല്ലേ, റോഡിൽ വാഹനങ്ങൾ കാണാൻ വഴിയില്ലല്ലോ. അതുകൊണ്ടാ വരാൻ ഇത്രയും വൈകിയത്. വണ്ടി കടന്നു പോയതിനു ശേഷമേ റോഡ് കുറുകെ കടക്കാവൂന്ന് മുതലാളി എന്നോട് പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ? വാഹനം എന്തായതുകൊണ്ട് എത്ര നേരം കാത്തുനിന്നതിന് ശേഷം ഒരു വാഹനം കടന്നു പോയെന്നറിയോ? ഓ, ഇങ്ങനെയുണ്ടോ ഒരു മരമണ്ടൻ? നിന്നെ ഉപദേശിച്ച് എന്നെ വേണം പറയാൻ. എടാ നീ പച്ചക്കറി എന്തൊക്കെ വാങ്ങി? ഇതെന്തിനാടാ ചന്ദനത്തിരി മേടിച്ചത്? 2 പെട്ടി ചന്ദനത്തിരി ഇവിടെ ഇരിപ്പില്ലേ? അത് ചന്ദനത്തിരി അല്ല മുതലാളി, മുരിങ്ങക്കായ. എടാ പടവലങ്ങ മേടിച്ചില്ലേ? എടാ പടവലം വാങ്ങിക്കണമെന്ന് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ? പടവലം വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ എവിടുന്നാ മുതലാളി? ഒരു 100-500 പടവലങ്ങ എങ്കിലും വാങ്ങേണ്ടേ? എന്റെ കയ്യിലാണെങ്കിൽ ആകെ 50 രൂപയും. 500 പടവലമോ? എന്തിനാടാ? മുതലാളി അല്ലേ എന്നോട് പറഞ്ഞത് 1 മുറി പടവലങ്ങ മേടിച്ചോണെന്ന്? 1 മുറി നിറയാൻ ഏകദേശം അത്രയെങ്കിലും വേണ്ടേ? ഈ മണ്ടന്റെ കാര്യം. എടാ 1 മുറി പടവലം എന്ന് പറഞ്ഞത് 1 കഷ്ണം പടവലങ്ങ എന്ന അർത്ഥത്തിലാ. എടാ നീ ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. ബ്ലോക്ക് ഓഫീസോ? അതെവിടാ? നീ കവലയിൽ നിന്ന് ഓട്ടോ വിളിച്ച് ബ്ലോക്ക് ഓഫീസിന്റെ വാതിക്കൽ ഒന്ന് ഇറക്കാൻ പറഞ്ഞാൽ മതി. ബ്ലോക്ക് ഓഫീസ് ആകുമ്പോൾ ഓട്ടോക്കാരൻ ഇറങ്ങാൻ പറയും. അത്രേ വേണ്ടൂ. ഓട്ടോക്കൂലി 25 രൂപ. എന്തിനാ മുതലാളി ബ്ലോക്കിൽ പോകുന്നത്? എടാ ബ്ലോക്ക് ഓഫീസിൽ കോഴികൾക്ക് സൗജന്യമായി പക്ഷിപ്പനിക്കുള്ള കുത്തിവയ്പ് നടത്തുന്നുണ്ട്. നമ്മുടെ പൂങ്കോഴിയും കൊണ്ടുപോയി കുത്തിവെപ്പിക്കണം. മുതലാളിയേ. ആ, നീ എത്തിയോടാ? മുതലാളി, ആ ഓട്ടോറിക്ഷക്കാരൻ ഒരു തട്ടിപ്പുകാരനായിരുന്നു. അതെന്താ, നീ ബ്ലോക്ക് ഓഫീസിൽ പോയില്ലേ? ഞാൻ കോഴിയം കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ ഇറക്കണമെന്ന് പറഞ്ഞു. ബ്ലോക്ക് ഓഫീസിനടുത്ത് ഇറക്കാമെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായടാ? ശകലം ദൂരം ഓടിച്ചിട്ട് അവൻ ബ്ലോക്കായെന്ന് പറഞ്ഞ് നിർത്തി. 25 രൂപ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇറങ്ങി. എന്നിട്ട് അവിടെ മൊത്തം തപ്പ നടന്നിട്ടും ബ്ലോക്ക് ഓഫീസ് കണ്ടില്ല മുതലാളി. എടാ കഴുതേ, റോഡ് ബ്ലോക്കായ കാര്യമായിരിക്കും അവൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് കോഴി എന്തിയടാ? കോഴിയോ? ഞാനൊരു ലാഭക്കച്ചവടം നടത്തി കൊച്ചമ്മേ. ലാഭക്കച്ചവടമോ? അതെ കൊച്ചമ്മേ. ഞാൻ പഴം വിൽക്കുന്ന കടയിൽ ചോദിച്ചു പൂവൻ എന്നാ വിലയുണ്ടെന്ന്. കടക്കാരൻ പറഞ്ഞു ഒരെണ്ണത്തിന് 2 രൂപയുള്ളെന്ന്. അപ്പൊ അവിടെ നിന്ന് വേറെടുത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്ന പൂവന് 4 രൂപ തരാമെന്ന്. അപ്പൊ തന്നെ ആ മണ്ടന് ഇരട്ടി വിലക്ക് ഞാൻ കോഴിയെ കൊടുത്ത്. എങ്ങനെയുണ്ട് എന്റെ ആ